നമുക്ക് ആ പുണ്യദർശനം കിട്ടിയിരിക്കുന്ന എല്ലാവരുടെയും സന്തോഷം നമുക്ക് അവരുടെ എല്ലാവരുടെയും മുഖങ്ങളിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ മകരജ്യോതി ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞു. മനസ്സ് നിറച്ച് ഭക്തരുടെ എല്ലാവരുടെയും മനസ്സ് നിറച്ച് അകം മുഴുവൻ കുളിർമയാകിക്കൊണ്ട് ആ ദർശനം നടന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എല്ലാവരും ആ ഭഗവാനെ ഉള്ളിൽ സ്വാംശീകരിച്ചുകൊണ്ട് തത്വമസിയുടെ അർത്ഥം പേറിക്കൊണ്ട് എല്ലാവരുടെയും ഇനി മലയിറക്കമാണ് നടക്കുക. അത്തരത്തിലുള്ള വളരെ മണ്ഡല മഹോത്സവത്തിൻ്റെ ആ പരിസമാപ്തിയിലേക്ക് കടന്നിരിക്കുന്ന എല്ലാം ശുഭമായിട്ട് പര്യവസാനിച്ചിരിക്കുന്നതിൻ്റെ ആ മകരവിളക്ക് കൂടി നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ തെളിഞ്ഞുകൊണ്ട് ഇതാ എല്ലാ ഭക്തജനങ്ങളും അവിടെ ആ സന്തോഷഭരിതരായിട്ട് ആനന്ദഭരിതരായിട്ട് എല്ലാവരും സ്വാമിയെ മാത്രം വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ ശബരിമലയിൽ ഒറ്റ നാമം മാത്രമേ ഉള്ളൂ. സ്വാമിയുടെ നാമം മാത്രമാണ് നമുക്കിവിടെ കേൾക്കുവാനായിട്ട് സാധിക്കുന്നത്. അത്തരത്തിൽ സ്വാമിയുടെ നാമം മാത്രം എല്ലാവരും ഉച്ചരിച്ചുകൊണ്ട് സ്വാമിയെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് എല്ലാവരും ആ ശബരിമലയിലെ വളരെ വളരെ അനുഭൂതിദായകമായിട്ടുള്ള ഭക്തിനിർഭരമായിട്ടുള്ള മകരവിളക്ക് ദർശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ എല്ലാവരും മലയിറങ്ങുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുകയാണ്. എല്ലാവരും ആ ദർശനം മകരജ്യോതി ദർശനം കണ്ണറയെ കണ്ടുകൊണ്ട് ആ കണ്ണറയെ കണ്ടത് മനസ്സ് മുഴുവൻ നിറച്ചുകൊണ്ട് അയ്യപ്പ ഭക്തർ ഇനിയിപ്പോൾ പടിയിറങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ശ്രീലകത്ത് നിന്നും പ്രസാദം കൊടുക്കുന്നതിൻ്റെയും ആ ദീപാരാധന കഴിഞ്ഞതിന് ശേഷം രാജാതിരാജനായിട്ടുള്ള സഖാൽ ശ്രീ അയ്യപ്പൻ്റെ ആ രൂപത്തെ കണ്ടു വണങ്ങിയും ആ അയ്യപ്പ ജ്യോതി കണ്ടു വണങ്ങിയും എല്ലാമായിട്ടുള്ള ആ ഭക്തജനങ്ങൾ ആ മകരവിളക്കിൻ്റെ പുണ്യവും പേറി ഇനി പടിയിറങ്ങുന്ന ആ സമയമാണ് നമ്മളിനിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ വളരെ വിശേഷമായിട്ടുള്ള സജ്ജീകരണങ്ങളോടുകൂടി നടന്ന ഈ മകരവിളക്കിൻ്റെ ദർശനം നമ്മൾ ഓരോ പ്രേക്ഷകരും കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും തൊഴുകൈകളോടെ ആ മകരവിളക്ക് ദർശിക്കുന്നതെല്ലാം നമുക്ക് അനുഭവിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ശബരിമലയിൽ ഇത്തവണത്തെ വളരെ ഭംഗിയായിട്ട് ഒരു മണ്ഡലകാലം കൂടി മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിൻ്റെ കാലം കൂടി പൂർത്തിയാകുന്ന അസുലഭമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഭക്തിനിർഭരമായിട്ടുള്ള ഈ അന്തരീക്ഷത്തിൽ ആ പുണ്യമായിട്ടുള്ള അന്തരീക്ഷത്തിൽ മകരസംക്രാന്തിയുടെ ഈ പുണ്യം പേറിയിട്ടുള്ള ആ ജ്യോതിയെ മനസ്സിൽ നിറച്ചുകൊണ്ട് കണ്ണിൽ നിറച്ചുകൊണ്ട് ജീവിതത്തിൽ മുഴുവൻ നിറയ്ക്കുവാനായിട്ട് ഓരോ ഭക്തരും തയ്യാറാകുന്ന അസുലഭമായിട്ടുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ലൈവ് പ്രോഗ്രാമിലൂടെ നമ്മൾ ഓരോരുത്തരും ഓരോ അയ്യപ്പ ഭക്തരും ഓരോ വിശ്വാസികളും കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ആ മഹോത്സവത്തിൻ്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ടുള്ള ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ ടി വിയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്കെല്ലാവർക്കും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തർക്കും എല്ലാവർക്കും തന്നെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം ഈ മകരജ്യോതി ദർശനത്തിലൂടെ സാധിക്കുമാറാകട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് റിപ്പോർട്ടർ ചാനലും അതിൻ്റെ ടീമും എല്ലാവരും വളരെ സജ്ജീകരണമായിട്ടുള്ള വളരെ മികച്ച ഒരു ടീമാണ് ശബരിമല സന്നിധാനത്തും വിവിധ സ്ഥലങ്ങളിലുമായിട്ട് ഈ ഇത്തരത്തിൽ റിപ്പോർട്ട് നമുക്ക് ഈ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട്. വളരെ നന്ദി വേദാഗ്നി അരുൺ സുബ്രഹ്മണ്യം സൂര്യഗായത്രി. പൊന്നമ്പലമേട്ടിൽ 3 തവണ മകര വിളക്ക് തെളിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്കായി വീണ്ടും നമ്മൾ എത്തിക്കുന്നത്. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ വളരെ കൃത്യമായി ആ പൊന്നമ്പലമേട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു.